ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഈ സൂപ്പർ അമ്മയുടെ അമ്മ, സൂപ്പർ ഡബിൾ സൂപ്പർ അമ്മയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോ പത്മിനി അമ്മ വീണ്ടും നമ്മുടെ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. മകൾക്കും കൊച്ചുമകൾക്കും നല്ല മാർക്കൊക്കെ കിട്ടി അവരിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് ആ അമ്മ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അമ്മയും അച്ഛനും എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നവരെ എൻ്റെ ഒപ്പം ഈ സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്ന് പറയുന്നത് എനിക്ക് അതുപോലെ ഒരു വേറൊരു സന്തോഷം എനിക്ക് ഇല്ല. അപ്പം എനിക്ക് ഈ ഒരു വേദിയിൽ വെച്ച് അമ്മേനോട് ചോദിക്കാൻ ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മൊമെന്റ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വിട്ടുതരാണ്. എന്താണ് സംസാരിക്കാണെന്ന് മനസ്സുറന്ന് സംസാരിച്ചോളൂ. ശരിക്കും അമ്മയുടെ അടുത്ത് എനിക്ക് ഒരേ ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. എനിക്ക് ഈ സ്റ്റേജും ഞാൻ ഇവിടെ നിൽക്കുന്നതും എനിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഞാൻ എത്രയും സന്തോഷിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാവോ? അറിയാം. അപ്പോൾ എനിക്ക് പക്ഷെ ഒരു അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛൻ്റെ സൈഡിൽ നിന്നോ ആരുടെ കയ്യിൽ നിന്നും എനിക്ക് നീ അത് ചെയ്യണം, നീ വരണം, വന്ന് ചെയ്യണം, എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നീ വന്ന് ചെയ്യണം, അത് നമുക്ക് സന്തോഷമാണ് എന്നൊരു രീതിയിൽ എനിക്ക് ഇതുവരെയ്ക്കും നിങ്ങളുടെ നിന്ന് ആരൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒരു വാക്ക് എവിടുന്നെങ്കിലും ആരെങ്കിലും അത് പറയണേ എന്ന് എൻ്റെ മനസ്സ് കണ്ട് അത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കും, ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താണ്, അപ്പോൾ ഒരു വട്ടമെങ്കിലും എന്നോട് ആരെങ്കിലും ചോദിച്ച് നീ വരണം, ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം എന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് പ്രയാസങ്ങൾ വരും. അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ നിങ്ങളിത് ചെയ്യണത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം അമ്മ അന്ന് എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, ഇപ്പം നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്, എൻജിനീയറിംഗ് പഠിപ്പിച്ചത് ഒരു ഡാൻസർ എന്ന് കേൾക്കാനാണോ? നീ എന്തിന് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഡാൻസർ ഇട്ട് മാറ്റി? ഞാൻ എങ്ങനെ ഇനി എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ എൻജിനീയറിംഗ് പഠിപ്പിച്ചത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം അമ്മയുടെ മനസ്സിൽ അത് ഇങ്ങനെ ഒരു ഞാനിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചെയ്യുന്നത് അത്രയും മാത്രം അമ്മയ്ക്ക് ഹേർട്ട് ആവാൻ, അതാണ് എനിക്ക് അമ്മനോട് ചോദിക്കാൻ. എനിക്ക് അന്നത് ഒരുപാട് വിഷമമായി അമ്മ അത് പറഞ്ഞത്. അതെനിക്ക് പ്രൊഫൈലിനെ പറ്റി ചിന്ത അതിൽ അപ്പൊ അമ്മയ്ക്ക് ഞാനൊരു എഞ്ചിനീയർ എന്ന് കേൾക്കുന്നതാണ് ഇഷ്ടം. ഒരു ഡാൻസർ പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ ആർട്ട് രീതിയിൽ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അത് ഒരു വശത്തൂടെ അത് നടക്കണം, മറ്റതും വേണം. അത് എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞ കറക്റ്റാണ്. ജോലിയും വെക്കുക, ഇതും ചെയ്യുക. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു ഏത് സൈഡാണ് പോകേണ്ടതെന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രതിസന്ധി നമുക്ക് ജീവിതം എപ്പോഴും തരും. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വിദ്യ. ശരിക്കും ഈ പ്രാവശ്യം ഞാൻ തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ലീവിന് അപ്ലൈ ചെയ്തപ്പം എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ലീവാണ്, അപ്പം അവർ തന്നില്ല. ഓൾറെഡി ഞാൻ 3 months നാട്ടിലായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ എനിക്ക് റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പം എനിക്കും ജോലി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എല്ലാവർക്കും ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കത് കളയണമെന്നോ അല്ലെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കരിയർ അത് ക്വിറ്റ് ചെയ്യുന്നല്ല, എനിക്ക് പ്രോഗ്രാമിന് വരണം. അതുകൊണ്ട് എനിക്ക് അത് ആ ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. നല്ല കോൺഫിഡൻ്റ് ഉണ്ട് എനിക്ക് വേറെ ജോലി കിട്ടും. ഇപ്പം എൻ്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം കണ്ട്, ഓക്കെ നിനക്ക് അത്രയും അത് ഇഷ്ടമാണെങ്കിൽ എന്നാൽ ശരി, നീ ആ ഡിസിഷൻ എടുക്ക്, നമുക്ക് സ്റ്റിൽ നീ ജോലി നോക്കിയാൽ മതി. അങ്ങനെ ഒരു കമൻ്റാണ് ഞാൻ എല്ലാവരെയും ഒന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യൂ, എന്തായാലും ഇത്രയും നന്നായി പഠിച്ചു, ജോലിയൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, ഇത്രയും പ്രായമായല്ലോ, വിട്ടേക്ക്, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇനിയിപ്പോ അതേ പറ്റൂ. അമ്മ ഒരു പ്രോമിസ് നമ്മുടെ വിദ്യക്ക് കൊടുത്തോളൂ. ഉണ്ടാവും. സൂപ്പർ. അപ്പൊ അമ്മ ഉണ്ടാവും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനും ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ വിദ്യ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഈ ഒരു അവസരത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ ഈ ഷോയിൽ വന്നിരിക്കുന്നത്. അച്ഛന് വേണല്ലോ, നമുക്ക് അച്ഛൻ വേണം. നമസ്കാരം അച്ഛാ. പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ വേദുകുട്ടിയുടെ? ഇഷ്ടപ്പെട്ടു. നല്ല മാർക്കും കിട്ടി. അച്ഛൻ വന്നതിന്റെ ഒരു ഐശ്വര്യാണ് ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡണ്ണല്ലേ?
സപ്പോർട്ടല്ലേ? ഇനി ഡാൻസിന് ഞാൻ പോകുമ്പോഴത്തേക്ക് വഴക്ക് പറയോ? ഇല്ല ഇല്ല. ചുമ്മാ പറയരുത്. ഉറപ്പായിട്ട് വഴക്ക് പറയോ? ഇല്ല ഇല്ല. ഇത് സ്റ്റേജിൽ എല്ലാരും മുമ്പ് വെച്ച് പറയുന്നതാണ്. നീ സപ്പോർട്ടാണോ? അങ്ങനെയല്ല, പിന്നെ ചിലപ്പോ ഞാൻ ഒരു വഴക്ക് പറഞ്ഞു എന്നിരിക്കും, അത് കാര്യാക്കണ്ട. ജോലി കളയാൻ പാടില്ല, അത് അത് മാത്രം. കറക്റ്റ്, അത് മനസ്സിലാക്കാം. അതെ, പക്ഷേ ഈ കുഴപ്പമില്ല. ഡാൻസിന് ഇപ്പൊ കുറെ ആൾക്കാർ ഡാൻസ് ഷോസ് ചെയ്യാറില്ലേ? നല്ല നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അച്ഛാ, അത് ശരിയല്ല? അത് ശരിയാ. പക്ഷെ വിദ്യക്ക് ഇവിടുന്ന് ഒരു ഉറപ്പ് കിട്ടണം, അതെ. നമ്മളെല്ലാരും സാക്ഷി നിൽക്കേ. പക്ഷെ കിട്ടി, അവര് അതായത് മനസ്സുകൊണ്ട് ആ ഉറപ്പ് തന്നിരിക്കുകയാണ്. അപ്പൊ നീ ചുമ്മാ ദേഷ്യം കാണിക്കുന്ന എന്തിനാ? അതൊക്കെ ഇതാണ് ദേഷ്യം കാണിക്കുന്ന വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണ് രണ്ട് മക്കളെ. അവരുടെ ആഗ്രഹം നടക്കട്ടെ, കുഴപ്പമില്ല. ആ, പക്ഷെ ജോലിയും വേണം. ജോലിയും വേണം, അത് കളയാൻ പാടില്ല. ആ, എന്ന് വെച്ചാൽ ഞാൻ 50,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. വെറുതെ കിട്ടൂല. അപ്പൊ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടാത്തതാണ് അച്ഛന് വേഷം. ശ്രമിക്കാത്തുണ്ടോ? ആ ശ്രമിക്കാത്തതിന്റെ ദേഷ്യം ഇപ്പോഴും ഉണ്ട്. ശ്രമിക്കാത്തോണ്ടാണ്. സൂപ്പർ അമ്മയും മകളും